ഏവർക്കും നമസ്കാരം. മാറുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലകൾ എന്നതാണ് നമ്മുടെ വിഷയം. പഠിക്കുന്നത് ജോലി നേടാൻ വേണ്ടി തന്നെയാണ്, അറിവിന് വേണ്ടി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഉദ്ദേശം ജോലി തന്നെയാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പഠിച്ച് പെട്ടെന്ന് തൊഴിലിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുള്ളൊരു തലമുറയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അങ്ങനെ ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ ആവണ്ടേ, തൊഴിലിന് വേണ്ടി തന്നെ ആകേണ്ടേ പഠനം, ആ രീതിയിലേക്കല്ലേ പോകേണ്ടത് എന്ന വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇവിടെ ശ്രീ ജിഷ്ണു, അദ്ദേഹം ഒരു സംരംഭത്തിൻ്റെ സാരഥിയാണ്. പ്രൊഫഷണൽ വിദ്യാഭ്യാസം കൊമേഴ്സ് മേഖലയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അലയൻസ്, അദ്ദേഹത്തിൽ നിന്ന് തന്നെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പം ഈ പറഞ്ഞ പോലെ ജോബ് ഓറിയൻറ്റഡ് ആണല്ലോ ഇപ്പം കാലഘട്ടം. അതിൻ്റെ ഒരു കാരണം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ അല്ലെങ്കിൽ ഒരു ജനറേഷൻ്റെ ഷിഫ്റ്റാണ്. ഇപ്പം നമുക്കറിയാം, അപ്പം ഒരു ജെൻസി എന്ന് പറയുന്നത് എല്ലാവരും എഴുതത്തള്ളപ്പെട്ട, അല്ലെങ്കിൽ അവർ പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ പറയുന്ന പോലെ കുരുത്തം കെട്ടത് എന്നിപ്പം പറയുന്നതിന് പകരം ഇപ്പം ജെൻസി എന്നാ പറയാം. ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ടെക്സാവി ആയിട്ടുള്ള, വളരെയധികം ഇൻഫർമേഷൻസ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ജനറേഷനാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ ഒരു ഷിഫ്റ്റ്, ഈ ജനറേഷൻ്റെ ഒരു ഷിഫ്റ്റ് കാരണമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും പ്രൊഫഷണൽ കോഴ്സസ് അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകൾ ഇത്രയും അതിനൊരു ഇമ്പോർട്ടൻസ് വരുന്നത് ആ ജനറേഷൻ്റെ ഒരു ഷിഫ്റ്റ് കാരണം ഇവർ ഏതൊരു കോഴ്സ് എടുത്ത് നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതൊരു ജോലിയിലേക്ക് പോകുന്ന സമയത്തോ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഒരു കുറേ കാലഘട്ടത്തിലേക്ക് അവിടെ തന്നെ നിൽക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ദേ ലവ് ടു ഷിഫ്റ്റ്. ആക്ച്വലി അവർക്ക് അവരുടേതായിട്ടുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ മേഖലകൾ ട്രൈ ചെയ്യാനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷനാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ ഷിഫ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു അഡാപ്റ്റബിലിറ്റി കൂടുതൽ ഉള്ള ഈ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകൾ അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് സ്കിൽ സെറ്റുകൾ അക്വയർ ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു കാര്യം. സോ ഒരു കൊമേഴ്സിൻ്റെ ഒരു മേഖലയിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ഇതേപോലെ തന്നെ കൊമേഴ്സിൻ്റെ ജോലി സാധ്യതകൾ, അല്ലെങ്കിൽ കൊമേഴ്സിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കൂടുതൽ നോർമൽ ഒരു ഡിഗ്രി കോഴ്സുകളോ അല്ലെങ്കിൽ നോർമൽ ഒരു സ്കൂളിങ്ങോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് കുട്ടികൾ കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം കോഴ്സുകൾ, ഫൈനാൻസിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കിടക്കാൻ കഴിയുന്ന രീതിയിലുള്ള കോഴ്സുകളൊക്കെയാണ് അവർ കൂടുതൽ അഡാപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 2007 മുതൽ ഇപ്പോൾ 2025 അത്രയും വർഷമായി വിദേശ പഠന മേഖലയിൽ പ്രവർത്തിക്കുന്ന 2007 സ്ഥാപിതമായ എഡ്രൂട്ട്സിൻ്റെ ഫൗണ്ടർ കൂടിയായിട്ടുള്ള മുസ്തഫ സാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു 2007 മുതൽ ഇത്രയും വർഷത്തിനിടയിൽ എന്താണ് ഒരു ട്രെൻഡ്, പോകുന്ന വിദേശ പഠനം ഓപ്റ്റ് ചെയ്ത് പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടായ മാറ്റം എന്താണ്, അതിനെക്കുറിച്ചൊന്ന് ജനറലായിട്ടൊന്ന് പറയാമോ? താങ്ക് യു അക്ഷയ്, താങ്ക് യു കേരള. ഓക്കെ, ആക്ച്വലി നമ്മൾ മലയാളികൾ പൊതുവേ ഒരു മൈഗ്രേഷൻ മൈൻഡഡ് ആളുകളാണ്. പുറത്തേക്ക് പോകാൻ എപ്പോഴും താല്പര്യമാണ്. അത് ഒരു രാജ്യം അല്ലെങ്കിൽ വേറൊരു രാജ്യം, ഒരു വൻകര അല്ലെങ്കിൽ വേറൊരു വൻകര എന്നുള്ളത്. ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് ഒത്തിരി പേര് പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ജോബിന് വിദേശത്തേക്ക് പോകുന്നത് അത്ര ഈസി അല്ല. ഏത് സെഗ്മെൻ്റ് എടുത്താലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ആളുകളുണ്ട്. ഒന്ന്, അവിടെ സെറ്റിൽ ആവുക എന്നുള്ള പ്ലാൻ ഉള്ളവരുണ്ട്. ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് കോഴ്സ് എടുത്ത് അവിടെ ജോലി കണ്ടെത്തി സെറ്റിൽ ആവുക എന്നുള്ളവരുണ്ട്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഹയർ എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളത്. അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് റൂട്ടിൽ പോയാലും ബെനിഫിറ്റ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ വർഷങ്ങളിലും പുറത്തേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിലെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിന്ന് 11 ലക്ഷം ആളുകളാണ് വിദേശത്തേക്ക് പഠിക്കാൻ പോയിട്ടുള്ളത്. അതിൽ കൺട്രികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഡിപ്പെൻസ് ഇമിഗ്രേഷൻ ലോ, അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസൊക്കെ അനുസരിച്ച് കൺട്രികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ അതിൽ
നമ്മൾ 2007 തുടങ്ങുമ്പോഴുള്ളൊരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. അന്ന് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു വിദേശത്തേക്ക് പഠിക്കാൻ പോകാന്ന് പറയുന്നത് ഫിനാൻഷ്യലി സൗണ്ടായിട്ടുള്ള വെൽ സെറ്റിൽഡ് ആയ ഒരാൾക്ക് മാത്രം ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ സിസ്റ്റം ഒത്തിരി മാറി, ഏതൊരാൾക്കും വിദേശത്ത് പോയി പഠിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ പുതിയ കണക്ക് പ്രകാരം 2030 വരെ ഇന്ത്യയിൽ നിന്ന് +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ വരുന്ന ആളുകൾക്കുള്ള എന്താ പറയുക എഡ്യൂക്കേഷനുള്ള സിസ്റ്റത്തിലുള്ള അഫോർഡബിൾ ആയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു അവൈലബിലിറ്റിയുടെ ഷോർട്ടേജ് എന്ന് പറയുന്നത് ഹ്യൂജാണ്. അപ്പോൾ ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ QS വേൾഡ് റാങ്കിങ്ങിൽ ടോപ്പ് 500 ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു മലയാളി സ്റ്റുഡൻറ്റിന് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. നമുക്കറിയാം ലാക്സ് ഓഫ് സ്റ്റുഡൻസ് എൻട്രൻസ് എഴുതുന്നു, വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് കിട്ടുന്നത്. പക്ഷേ വിദേശ യൂണിവേഴ്സിറ്റികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവുന്നതുകൊണ്ട് തന്നെ അവരെ റാങ്കിങ് ക്വാളിറ്റി വളരെ കൂടുതലാണ്. അതുപോലുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബേസിക് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ബേസിക് റിക്വയർമെൻറ്റ് ആദ്യം ആരും മീറ്റ് ചെയ്യുന്നു, അവർക്ക് അഡ്മിഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ഫിനാൻഷ്യലി സെറ്റിൽഡ് അല്ലാത്ത ഒരാൾക്ക് ബാങ്കിങ് ഓർഗനൈസേഷനുകളിൽ നിന്നൊക്കെയുള്ള ലോണ് പോലുള്ള സപ്പോർട്ട് കിട്ടിയിട്ട് പുറത്തേക്ക് പോകാൻ വളരെ എളുപ്പമുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ 2007 മുതലുള്ള ഇതുവരെയുള്ള കണക്കെന്ന് പറയുന്നത് വെരി ഹ്യൂജാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു വർഷം ഒരു 200 സ്റ്റുഡൻസിനെ വിടുന്നത് ഇപ്പോൾ തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ആണ് പോകുന്നത്. അപ്പോൾ അത് പോകുന്ന ആളുകൾ അവിടെ പോയിട്ട് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അത് ഡിപ്പെൻഡ്സ് പോകുന്ന ആളുകളുടെ പ്ലാനും അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവരെന്താണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിൽ മെയിൻ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം ഒരുപാട് മാറിയിട്ടുണ്ട്. ടെക്നോളജി വളരെ അപ്ഡേറ്റഡ് ആണ്. നമ്മൾ 2007 ഒരു സ്റ്റുഡൻറ്റിന് ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആൾ കൺസൾട്ടൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അവിടെ നിന്ന് പോകുന്നതിൻ്റെ മുന്നേ എന്താണ് റിയലിസ്റ്റിക് ആയിട്ട് അവിടെ സംഭവിക്കുന്നതെന്ന് ആൾക്ക് അറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ പോകുന്ന ആളുകൾക്ക് വളരെയധികം നല്ലൊരു സൗകര്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്പേഴ്സ് വളരെ കൂടുതലാണ്. അതാണ് കേസ്. ഇത് 2 സെഗ്മെൻ്റ് ആണുള്ളത്. ഒന്ന് മൈഗ്രേഷൻ ഓറിയൻറ്റഡ് ആണ്, ഒന്ന് നല്ല യൂണിവേഴ്സിറ്റീസിൽ സ്റ്റഡീസ് ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ളതാണ്. അതിൽ ഓരോ ടൈമിലും പെർസെൻറ്റേജും വ്യത്യാസം ഉണ്ടാവും. മൈഗ്രേഷൻ ഓറിയൻറ്റഡ് ആയ ക്രൗഡ് കൂടുതൽ പോകുന്ന വർഷങ്ങളിലാണ് ഒരുപാട് പേര് പോകുന്ന വർഷങ്ങൾ വരിക. സ്റ്റഡീസ് കൂടുതൽ പോകുന്ന ടൈമിലാണ് കുറച്ച് നമ്പേഴ്സ് വരിക. അത് ഡിപ്പെൻസ് ഓരോ ടൈമിനനുസരിച്ചാണ്. 2007 മുതൽ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ 4 ഇയർ ഓരോ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡിപ്പെൻസ് കൺട്രിയുടെ ഇമിഗ്രേഷൻ ലോ ആയിട്ടൊക്കെ റിലേറ്റഡ് ആണ്. അതാണ് കേസ്. ഓക്കെ, അബ്ഷിദയിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് കഫേയുടെ കോണ്ടന്റ് വിഭാഗത്തിൻ്റെയൊക്കെ പിന്നെ ഹെഡ് ചെയ്യുന്ന ആളാണ്. നമുക്കറിയാം ഇപ്പോൾ ഈ പറഞ്ഞ ജെൻസിയെ കുറിച്ച് പറഞ്ഞു, പുതിയ ജനറേഷൻസും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അപ്പോൾ ഞാനൊരു അധ്യാപകനാണ്. നമ്മൾ 1 മണിക്കൂറിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ 40 മിനിറ്റിൻ്റെ ഒരു പീരീഡൊക്കെ കുട്ടികളെ പിടിച്ചിരുത്തുക പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം റീലുകളാണ്, സെക്കൻഡുകളിൽ നിന്ന് റീല് സ്ക്രോൾ ചെയ്ത് പോയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേരം കാണുക, കേൾക്കുക, ലിസൺ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ ഓഫ്ലൈനിലേക്കാൾ കൂടുതൽ ഓൺലൈനിൽ പ്രോഗ്രാംസ് ചെയ്യുന്ന നിങ്ങളെയൊക്കെ പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ചാലഞ്ച് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? First of all, thank you. And ഈ ക്വസ്റ്റ്യൻ, ഈ അറ്റൻഷൻ സ്പാൻ അമംഗ് ദ യൂത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരികയാണ്. ഇപ്പം നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ട്രെൻഡിലല്ല നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് കുറച്ചും കൂടി മേ ബി ഇൻഫർമേറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ നമ്മൾ കുറച്ച് ഡ്യൂറേഷൻ കൂട്ടാൻ ട്രൈ ചെയ്യും. ബിക്കോസ് ആർ എയിം വുഡ് ബി ടു ടീച്ച് പീപ്പിൾ. അപ്പം കുറച്ചധികം കോണ്ടന്റ് കൊടുക്കണം, കുറച്ചധികം ഇൻഫർമേഷൻ ആ ഒറ്റൊരു വീഡിയോയിൽ ഉണ്ടാവണം എന്നുള്ളൊരു അജണ്ട ഉണ്ടായിരുന്നു. പക്ഷേ ആസ് ടൈം പാസ്ഡ് ബൈ റീലിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു തുടങ്ങി. ഇൻഫാക്ട് ദർ വാസ് എ ടൈം വെൻ ദർ വാസ് എ ട്രെൻഡ് ഓഫ് എ 1 second റീൽ. ഒറ്റ സെക്കൻഡ് റീൽ ആൻഡ് ഇറ്റ് റീച്ച്ഡ് മില്യൺസ് ഓഫ് വ്യൂസ് ആണ് ആ ഒറ്റൊരു സെക്കൻഡ് റീലിന് കിട്ടിയത്. അപ്പം അതിൽ മനസ്സിലാക്കാൻ പറ്റിയത് അറ്റൻഷൻ സ്പാൻ പൊതുവേ കുറഞ്ഞു വരുന്നുണ്ട്. ഫ്രം ചൈൽഡ്ഹുഡ് വായനാശീലം കുറഞ്ഞു വരുന്നുണ്ട്. ഹലോ ഓക്കെ. സോ ചൈൽഡ്ഹുഡ് മുതൽ ഒരു വായനാശീലം കുറഞ്ഞു വരുന്നുണ്ട്. റീഡിങ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പം യു ആക്ച്വലി റിക്വയർ എ കമ്മിറ്റ്മെൻറ്റ്. ഒരു ബുക്ക് തീർക്കണമെങ്കിൽ അത് തീരുന്ന വരെ ആ ബുക്കിനോട് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം.
എന്നാൽ ഇപ്പം പൊതുവേ നമ്മുടെ ഈ റീഡിങ് ഹാബിറ്റ്സ് കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ അറ്റൻഷൻ സ്പാൻ കൂടുതൽ അറ്റൻറ്റീവ് ആയിട്ട് ചെയ്യാനൊന്നുമില്ല. ബേസിക്കലി സോഷ്യൽ മീഡിയയിലാണെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നു, അതെങ്ങാനും ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ എവ്രിബഡി ഫോളോസ് ദാറ്റ്. അപ്പം ആ കാര്യത്തിൽ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ ചില സമയത്ത് വി മൈറ്റ് ഹാവ് ടു കോംപ്രമൈസ് ഓൺ ഇൻഫർമേഷൻ ഓർ ക്വാളിറ്റി കോണ്ടന്റ് ആൻഡ് ഫോക്കസ് ഓൺ ട്രെൻഡ്സ് ഓർ മേ ബി ദ ഫാഷൻ ഓർ മേ ബി എൻ്റർടൈൻമെൻറ്റ് ഓൺലി. ഇൻഫർടൈൻമെൻറ്റിലേക്ക് പോകാൻ വരെ ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറി തുടങ്ങി. ഹാവിങ് സെഡ് ദാറ്റ്, it's quite a challenge to create content and make sure it reaches the right set of audience. പക്ഷേ ഞാനിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ഫീൽഡിലായതുകൊണ്ട് തന്നെ നോ മാറ്റർ വിച്ച് എഡ്യൂക്കേഷൻ സെക്ടർ യു ആർ ഇൻ, ഇംഗ്ലീഷ് അവിടെ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളൊരു ഫാക്ടർ കൊണ്ട് നമുക്ക് വെറൈറ്റി ഓഫ് കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു സർട്ടൻ ഫീൽഡ് എടുക്കുവാണെങ്കിൽ അത് ഏത് സെക്ടറിൽ വരുവാണെങ്കിലും അവിടെ നമ്മൾ ജോബ് ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ജോബ് പ്രൊഫഷണൽ ഫീൽഡിലേക്ക് കയറണമെങ്കിൽ യു റിക്വയർ ലാംഗ്വേജ്. ആൻഡ് ഇപ്പം ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ളൊരു ട്രെൻഡ് കൂടി വരികയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ യു മൈറ്റ് റിക്വയർ ദ റീജിയണൽ ലാംഗ്വേജ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ്, ഇഫ് നോട്ട് ഇംഗ്ലീഷ്. സോ അങ്ങനെ വരുമ്പോഴത്തേനും ഇംഗ്ലീഷ് ആസ് ഓഫ് നൗ ഇസ് സംതിങ് ദറ്റ് വി ക്യാൻ നോട്ട് നോ. വി ഹാവ് ടു നോ ഇംഗ്ലീഷ് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റൽ കണ്ടീഷൻ വെച്ചിട്ട്. സോ അങ്ങനെയാണ് നമ്മൾ കോണ്ടന്റും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂൾ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ സിലബസിനകത്ത് ക്യാമ്പസിനകത്ത് കാറ്റർ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പം ചിലർ പറയാറുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ പഠിക്കുന്നു, എനിക്ക് ഇന്നതാവാനാണ് ആഗ്രഹം, ഞാൻ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എംപ്ലോയർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് എംപ്ലോയി ആവണമെങ്കിൽ ചില സർട്ടൻ സ്കിൽസ് ആവശ്യമാണ്. ഇത് പലപ്പോഴും ഇല്ല. അതാണ് ഈ സ്ഥാപനങ്ങളൊക്കെ പോലെയുള്ള നിങ്ങളൊക്കെ തന്നെ ആ ഒരു ഗ്യാപ്പാണ് എന്ത് ചെയ്യുന്നത്, നികത്തുന്നത്. അപ്പം ഇപ്പോൾ എലയൻസിനെ പോലെയുള്ള സ്ഥാപനം കൊമേഴ്സ് മേഖലയിൽ പ്രൊഫഷണൽ കോഴ്സുകൾ എങ്ങനെയാണ് ഈ സാധ്യതകൾ, അനന്തമായ സാധ്യതകൾ കൊമേഴ്സിലുണ്ട്. കൊമേഴ്സ് ഇപ്പം നമുക്ക് കോഴിക്കോട് തന്നെ ധാരാളം ഹോർഡിങ്ങുകളാണ്, എല്ലാം കൊമേഴ്സാണ്. ഒരു കാലത്ത് മെഡിക്കൽ എഞ്ചിനീയറിങ്ങിനെ പോലെ കാണുന്നതിന് ഇപ്പോൾ ഇവിടെ കുറേ സ്റ്റുഡൻസ് ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നത് കൊമേഴ്സിൻ്റെ ഹോർഡിങ്സ് ആണ് നിറയെ കാണുന്നത്. അതിനർത്ഥം ധാരാളമായി സാധ്യത നമുക്ക് സ്വദേശത്തും വിദേശത്തും ഉണ്ടെന്നാണ്. എങ്ങനെയാണ് നിങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്? ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കാഡമിയ ഇൻഡസ്ട്രി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയേഴ്സ് അവർ ഡിമാൻഡ് ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യം നമുക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു സ്കൂളിംഗ് അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ ഗ്രാജുവേഷൻ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം. അപ്പം ഇലാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇലാൻസ് അതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു കുട്ടികൾക്ക് നമ്മൾ അക്കാഡമിക് നോളേജിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അക്കാഡമിക് നോ ആൻഡ് ഹോവിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ഇൻറ്റേൺഷിപ്പ് ആയാലും നമ്മളവിടെ ഡിഫറെൻറ്റ് സിമുലേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ വെരി റീസെൻ്റ്ലി നമ്മൾ ലീപ്പ് എന്നുള്ള ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. അത് IIM കോഴിക്കോട് അതേപോലെ തന്നെ IIM മുംബൈ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ഒരു കേസ് സ്റ്റഡിയാണ്. ലൈക്ക് എങ്ങനെയാണ് ഒരു കുട്ടികൾ അവരെ ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ACCA CMA CA പോലത്തെ നമ്മളിപ്പോൾ ഒരു കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജോബ് മാർക്കറ്റിലേക്ക് റെഡി ആവുക എന്നുള്ളതിൻ്റെ ഒരു സിമുലേറ്റഡ് മോഡൽ കേസ് സ്റ്റഡി പ്രോഗ്രാം ആയിരുന്നു നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വേറെയും ഒട്ടനവധി പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ജെൻസീൻ്റെ ഒരു ട്രെയ്റ്റ് എന്ന് പറയുന്നത് അവരെപ്പോഴും സൈഡ് ഹസിലിന് താല്പര്യപ്പെടുന്ന ആൾക്കാർ. അവരൊരു 9 to 5 ജോബിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ താല്പര്യപ്പെടാത്ത ആൾക്കാർ. അവർക്ക് ഒരു എക്സ്ട്രാ ഇൻകം സോഴ്സ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതിനവർ ഭയങ്കരമായിട്ട് പ്രയത്നിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് ഒരു ഓൺട്രപ്രണർ എങ്ങനെയാവണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു തലമുറ
ബാക്കി കോഴ്സുകളെ കൂടെ ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഓൺട്രപ്രണർഷിപ്പാണ്. അപ്പം ഒരു ഓൺട്രപ്രണർ എങ്ങനെ ആവണം, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ഒരു ഐഡിയ പിച്ച് ചെയ്യുന്നത്, അയാൾ എങ്ങനെയാണ് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ബിസിനസ് മോഡലിംഗ് ചെയ്യുന്നത്, അതിൻ്റെ റവന്യൂ സ്ട്രീംസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ഡിഫറെൻറ്റ് മേഖലകൾ ഒരു ഓൺട്രപ്രണർ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എലയൻസ് എഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ലാസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അക്കാഡമിയ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള ഒരു മേജർ ഇനീഷ്യേറ്റീവ്സാണ്. അങ്ങനെ തന്നെ ഡിഫറെൻറ്റ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കാറ് എലയൻസിൽ. സർക്കാർ സംവിധാനത്തിൽ പോലും ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ആയാലും ഇനിയിപ്പോൾ UGC പോലെയുള്ള ബോഡീസും ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഇതിനെ മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം NEP, ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഡിഗ്രി FYUGP എന്ന് പറയുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുമാണ്. ഏതായാലും ഇപ്പം നമ്മൾ ഈ കടൽ നോക്കിയായിരിക്കുന്നത്, കടൽ കടക്കുന്നതിനെ കുറിച്ച് കൂടിയാണല്ലോ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിൽ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് നമ്മുടെ രാജ്യം പിന്നിലാണ് എന്ന വാദമൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളിപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ കരിയറും സ്റ്റഡീസും ഒക്കെ പ്ലാൻ ചെയ്തു പോകുന്നു, അതോടൊപ്പം വൈബും അന്വേഷിച്ച് പോകുന്ന ആളുകളും ഈ പറഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ ഇവരുടെ എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നതല്ല, ഇവരുടെ ഈ പറഞ്ഞ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇനി അവിടെ പോയി കഷ്ടതകൾ അനുഭവിക്കുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മുടെ നവമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെ ചൂഷണങ്ങൾക്ക് വിദ്യാർത്ഥികൾ വിധേയരാകുന്നുണ്ടോ? അപ്പോൾ എന്തൊക്കെയാണ് അങ്ങനെ പോകുന്ന സമയത്ത്, വിദേശ പഠനത്തിൽ പോകുന്ന സമയത്ത് എന്ത് പ്രതീക്ഷിച്ചാണ് പോകേണ്ടത്, എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ ഒന്ന്. ഇതിൽ അക്ഷയ് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൊതുവേ ഒരു ട്രെൻഡ് ഉണ്ട്, ഒരാൾ പോകുന്നു അതുകൊണ്ട് അയാൾ കുറച്ച് ഫിനാൻഷ്യലി എന്താ പറയുക സ്റ്റേബിൾ ആവുന്നു, അത് കണ്ട് നമ്മളെല്ലാവരും അതിൻ്റെ പുറകെ പോകുന്നു. നമുക്കറിയാം നമ്മളെ നാട്ടിലൊരു കാലത്ത് ഒത്തിരി നഴ്സിംഗ് പഠിച്ച ആളുകളുണ്ട്, BTech കഴിഞ്ഞ ആളുകളുണ്ട്. ഇപ്പം നമ്മൾ കൊമേഴ്സിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു. കൊമേഴ്സ് ആദ്യം സാധ്യതയുണ്ട്, പക്ഷേ നമ്മളത് തിരിച്ചറിയാൻ ലേറ്റായി എന്നുള്ളതാണ്. ആക്ച്വലി അതേ സെയിം സാധനമാണ് ഈ അബ്രോഡ് സ്റ്റഡിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഇപ്പം നമ്മളൊരു വിദേശ പഠനം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കരിയറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ ഏത് മേഖലയിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ പോകുന്ന മേഖലയ്ക്ക് ആ രാജ്യം എത്ര കണ്ട് സാധ്യതയുണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. തേർഡ് വൺ, നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇതിന് അഫോർഡബിൾ ആണോ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു ഡീറ്റെയിൽ പ്ലാൻ എടുത്ത് കുറച്ച് ടൈം എടുത്ത് റിസർച്ച് ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിൽ കംപ്ലൈൻറ്റുകൾ കുറവായിരിക്കും. പിന്നെ ഒരു സെക്കൻഡ് തിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു ഇൻഡസ്ട്രി ഉയർന്നു വന്നാൽ, ഇപ്പോൾ കൊമേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ നാട്ടിൽ മൊത്തം കൊമേഴ്സ് അക്കാദമിയാണ്. ഇതേ സെയിം സിറ്റുവേഷനാണ് അബ്രോഡ് സ്റ്റഡി കൺസൾട്ടൻസ്. നമ്മൾ 17 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ ലാസ്റ്റ് ഒരു 4-5 ഇയേഴ്സായിട്ട് ഒത്തിരി കൺസൾട്ടൻസി വരുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻറ്റ് കൺസൾട്ടൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെയധികം വിജിലൻ്റോടെ ആയിരിക്കണം. ഏത് കൺസൾട്ടൻറ്റിനെ എടുക്കണം, ഏത് രാജ്യം എടുക്കണം, ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത്. ഇതിലൊക്കെ പ്രോബ്ലം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് അവിടെ പോകുന്നു. ആ എക്സ്പെക്റ്റേഷൻ പോസിബിൾ അല്ലാതാവുമ്പോഴാണ് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ ആണോ ഇല്ലേ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് സ്റ്റുഡൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിലെന്താ വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ഏജൻറ്റിനെ അപ്രോച്ച് ചെയ്യുക. പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് റിസർച്ച് ഇതിൽ ആവശ്യമാണ്. കാരണം നമ്മൾ കുറച്ച് ഫണ്ട് ഉണ്ട്, നമുക്ക് ഫണ്ട് അവൈലബിൾ ആണെന്ന് കരുതിയിട്ട് വിദേശത്ത് പോകാമെന്നുള്ളതല്ല. നമ്മൾ കരിയർ പ്ലാൻ ചെയ്യുന്നു, കരിയർ ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് കരിയറിലോട്ട് നമ്മൾ പോകുന്നു മേക്ക് ഷുവർ ചെയ്യുന്നു. ആ കരിയറിന് ആപ്റ്റായുള്ള കൺട്രിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം നമ്മളൊരു ലാസ്റ്റ് 17 ഇയേഴ്സായിട്ട് ഒരു 18,500 സ്റ്റുഡൻസിന് നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ബിസിനസ് അതല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നമുക്ക് വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, നമ്മൾ എത്ര മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്താലും നമുക്ക് റെഫറൻസ് വഴി വരുന്ന സ്റ്റുഡൻ്റാണ് കൂടുതൽ. കാരണം നമ്മൾ അതിലെന്താണ് മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട് ഒരു സ്റ്റുഡൻറ്റ് വിദേശത്ത് പോകുമ്പോൾ അവൻ ആപ്റ്റായുള്ള ഡെസ്റ്റിനേഷൻ തന്നെയാണോ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഏജൻറ്റിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പലപ്പോഴും എന്താ വെച്ചാൽ, നമ്മളൊരു കൺട്രി ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്താലും എപ്പോഴും അവൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ് അല്ലെങ്കിൽ നൈബർ അതല്ലെങ്കിൽ അവരായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരാൾ പറഞ്ഞത് കൊണ്ട് ഞാൻ ആ കൺട്രി എടുക്കുന്നു, അതല്ലാതെ അതിൽ കൂടുതലുള്ള റിസർച്ച് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നതിലൊക്കെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ
ഒരുവിധമൊക്കെ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ ഉള്ളൊരു കേസ് എന്താ വെച്ചാൽ നമ്മൾ സ്റ്റഡീസിന് പോകുമ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റഡീസ് ഫോക്കസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. കാരണം സ്റ്റഡി ടൈമിൽ നമ്മൾ വലിയൊരു ഏണിങ്സ് എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായാലും കിട്ടത്തില്ല. കാരണം സ്റ്റഡീസിന് പോകുമ്പോൾ സ്റ്റഡീസാണ് ഇമ്പോർട്ടൻറ്റ്. സ്റ്റഡീസ് കഴിഞ്ഞ് നമുക്ക് സ്റ്റേ ബാക്കോ അതല്ലെങ്കിൽ വർക്ക് പെർമിറ്റോ കിട്ടുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഏണിങ്സ് എന്നുള്ള പാട്ട് വരുന്നത്. സ്റ്റഡീസ് ടൈമിൽ എപ്പോഴും നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് മാത്രമേ ആവത്തുള്ളൂ. നമ്മൾ പഠിക്കാൻ വേണ്ടിയുള്ള ഫീസിൻ്റെ എമൗണ്ട് പോലും നമ്മൾ സ്റ്റഡീസ് ടൈമിൽ ഏൺ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതാണ് ഫാക്റ്റ്. കാരണം നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമുക്ക് ക്ലാസ് അവേഴ്സ് വളരെ കുറവാണ്. പക്ഷേ നമുക്ക് അസൈൻമെൻറ്റ്സും, നേരത്തെ പറഞ്ഞു NEP കാര്യം പറഞ്ഞു, NEP സിസ്റ്റം ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നുള്ളൂ. പക്ഷേ NEP നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 6-7 വർഷമാവും. ഈ NEP പറയുന്ന കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ വിദേശ യൂണിവേഴ്സിറ്റികൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടതുകൊണ്ടാണ് വിദേശത്തേക്ക് പിള്ളേർ പോകുന്നത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവുന്നത്. ഇതിലിപ്പോൾ നേരത്തെ പറഞ്ഞു ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സിലബസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ വിദേശ യൂണിവേഴ്സിറ്റി എപ്പോഴും ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുക, ടൈലർ മെയ്ഡ് ഫോർ ഇൻഡസ്ട്രി എന്ന് പറയാം. അതായത് ഇൻഡസ്ട്രിക്ക് വേണ്ട പോലെ ഡിസൈൻ ചെയ്യുക. ടെക്നോളജി ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ്. ടെക്നോളജി ഫാസ്റ്റ് മൂവിങ് ആകുമ്പോൾ നമ്മുടെ സിലബസ് ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിൽ, നമ്മുടെ സിലബസ് നമ്മൾ പഠിച്ചത് നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്തില്ല എങ്കിൽ ഒരു കമ്പനീനെ സംബന്ധിച്ച് ആ എംപ്ലോയിയുടെ പേരിൽ ഒരുപാട് ടൈം വീണ്ടും സ്പെൻഡ് ചെയ്യണം. ആ കമ്പനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ റോള് ചെയ്യാൻ ആ എംപ്ലോയി അതല്ലെങ്കിൽ ആ സ്റ്റുഡൻ്റ് ഒരു എംപ്ലോയി ആവുന്ന ടൈമിൽ അയാളെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ഇതിൽ ഇൻഡസ്ട്രി ടൈലർ മെയ്ഡ് കോഴ്സസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും സ്റ്റുഡൻസിന് വളരെ ഈസി ആയിരിക്കും എംപ്ലോയിയെ പറ്റി കണ്ടെത്താൻ. ഇപ്പോൾ അവിടെ പോയിട്ടും സ്റ്റുഡൻ്റ് എല്ലാവരും അവിടെ നിൽക്കുകയല്ല, തിരിച്ചു വന്നിട്ടും ഇവിടെയുള്ള MNCയിലാണ് ജോബ് കണ്ടെത്തുന്നത്. ആ ജോബ് കണ്ടെത്താൻ ഈസി ആവുന്നത് എന്താ വെച്ചാൽ അസൈൻമെൻറ്റ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ പ്ലസ് അപ്ഡേറ്റഡ് സിലബസ് ആണ്. ആ സിലബസ് നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവോൾവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് കണ്ടെത്താൻ വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ റിസർച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ കരിയർ സെറ്റ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാവരും പോകുന്നത് കൊണ്ട് ഇന്ന കോഴ്സ് എടുക്കുന്നു, എല്ലാവരും MBA ആവുന്നതുകൊണ്ട് നമ്മൾ MBA, എല്ലാവരും നേഴ്സ് ആവുന്നതുകൊണ്ട് നമ്മൾ നേഴ്സ് എന്നുള്ളതല്ല. നമ്മുടെ മേഖല ഏതാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോഴും നമ്മൾ ലാക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതാണ്. നമ്മൾ ഏത് മേഖലയിൽ പോകണം എന്നുള്ളത് നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ഒരു 6 മാസം കൊണ്ട് മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ നമ്മുടെ സ്റ്റഡി ടൈമിലോ അതല്ലെങ്കിൽ നമ്മുടെ ബിഗിനിങ് സ്റ്റേജിലോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിന് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പുതിയ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അത് ഒത്തിരി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എലാൻസ് പോലുള്ളതായാലും, ഇപ്പോൾ എലാൻസിൻ്റെ കേസ് പറഞ്ഞു, ACCA എന്ന് പറഞ്ഞ കോഴ്സ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുറച്ച് വർഷമായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരു 10-15 വർഷമായിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ എത്രയോ വർഷം മുമ്പ് ACCA ഉണ്ട്. ACCA എന്ന് പറയുന്നത് ലോകത്ത് 150-ലധികം രാജ്യത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന റൈറ്റ്സ് കിട്ടുന്ന സർട്ടിഫിക്കേഷനാണ്. ഇത് UK 50-60 വർഷം മുമ്പ് ഈ സാധനം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളത് ഒപ്റ്റ് ചെയ്യുന്നത് ഒരു 15 വർഷത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്യാപ്പ് ഭയങ്കര പ്രോബ്ലമാണ് നമുക്ക് ജോലി കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഓക്കെ, അബ്ഷിത, നിങ്ങളെ സ്ഥാപനത്തിൽ പൊതുവെ എല്ലാ ഇത്തരത്തിലുള്ള ഇപ്പം നമുക്ക് 4 സ്കില്ലുകളാണ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ. LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അതിലിപ്പം കേട്ടാൽ മനസ്സിലാവും, എഴുതാൻ അറിയാം, വായിച്ചാലും മനസ്സിലാവും. സംസാരിക്കുന്ന സമയത്താണ് നമുക്ക് എല്ലാവർക്കും പ്രശ്നം വരുന്നത്, നമ്മളൊക്കെ തപ്പുന്നത്. അപ്പോൾ അത് പിന്നെ ഇനിയിപ്പോൾ ജോലിക്കായാലും നമ്മൾ വിദേശ പഠനത്തിന് പോയാലും ഇനി ഇവിടെ ജോലി ചെയ്താലും എവിടെയാണെങ്കിലും പഠനത്തിനും ജോലി സമയത്തും ഒക്കെ നമുക്ക് ഭാഷ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലെയുള്ള ഒരു ഗ്ലോബൽ ലാംഗ്വേജിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ട്രെൻഡ്? നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന എൻറോൾ ചെയ്യുന്ന ആളുകൾ, പഠിക്കാൻ വരുന്ന ആളുകൾ, അപ്പം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ കടന്നു വരുന്നു. ഇപ്പോൾ ഒരു 12 വർഷം അല്ലെങ്കിൽ 14 വർഷം സ്കൂളിൽ പഠിച്ച് അതിനുശേഷം UGയും കഴിഞ്ഞൊക്കെ ആളുകൾ ഡിഗ്രിയും PG പഠനമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ വരുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂൾ തലത്തിൽ മുതൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഇംഗ്ലീഷ് പഠനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത്? അബ്ഷിതയുടെ പോലെയുള്ള നിങ്ങളുടെ അടുത്തൊക്കെ എത്തുന്ന ആളുകളുടെ ഒരു കോമൺ ട്രെൻഡ് എങ്ങനെയാണെന്നൊന്ന് ഷെയർ ചെയ്യാം. ഷുവർ. നമുക്ക് മെയിനായിട്ട് വരുന്ന സ്റ്റുഡൻസ് ഇപ്പം പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ സ്കൂളിൽ ചിലപ്പം നല്ല മാർക്സ് ഉള്ള സ്റ്റുഡൻസ് ആയിരിക്കാം. ഈവൻ ഈ പറഞ്ഞ 4 സ്കില്ലും, ലിസണിങ് ആയിക്കോട്ടെ, സ്പീക്കിംഗ് ആയിക്കോട്ടെ, ഈവൻ റൈറ്റിംഗ് ആയിക്കോട്ടെ, റൈറ്റിംഗിലും നല്ല എക്സലൻസ് ഉള്ള സ്റ്റുഡൻസ് ആയിരിക്കാം. ബിക്കോസ് നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനിൽ യു ആർ ട്രെയിൻ ടു ഡു സോ. നല്ലോണം എഴുതാൻ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഇംഗ്ലീഷ് എവിടെ നിന്ന് കണ്ടാലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്കുണ്ട്. എന്നാൽ ഒരു സ്പോക്കൺ ലാംഗ്വേജിലേക്ക് വരുമ്പം ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ് ആൻഡ് നോട്ട് ഓൾവേസ് എ സബ്ജക്റ്റ് എന്നുള്ളത്
നമ്മൾ പൊതുവെ ആക്സെപ്റ്റ് ചെയ്ത് വരുന്നില്ല. ബിക്കോസ് ഇംഗ്ലീഷ് നമ്മൾ നോക്കുന്നത് ഒരു സബ്ജക്റ്റ് ആയിട്ടാണ്, നമുക്കുള്ള സ്കൂളിലുള്ള കരിക്കുലമിലുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ്. പക്ഷേ അങ്ങനെ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചാൽ ഇംഗ്ലീഷ് പുറത്ത് പോയി നമുക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ട്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മിക്ക സ്റ്റുഡൻസ് നമുക്ക് വരുന്നതും സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ സ്പോക്കൺ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്ക എൻറോൾമെൻറ്റും ഉണ്ടാവുക. ഇതിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്കുള്ളത് ഹോം മേക്കേഴ്സ് അല്ലെങ്കിൽ മദേഴ്സാണ്. വേറെ അവർക്ക് അവരുടെ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്, എസ്പെഷ്യലി വെൻ കോവിഡ് ഹിറ്റ്. കൊറോണയുടെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ പേരൻസിന് ഇൻവോൾവ്മെൻറ്റ് കൂടുതലും പിള്ളേരെ പഠിപ്പിക്കാൻ വന്നത്. സോ ആ ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെ ടൈമിൽ അവർക്ക് പഠിപ്പിക്കാനുള്ള ഒരു ലാംഗ്വേജ് അവരുടെ കയ്യിലില്ല. ഇംഗ്ലീഷിൽ കുട്ടികൾ എന്തെങ്കിലും ഡൗട്ട്സ് പോയി ചോദിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ളൊരു എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷനോ അവർക്കില്ല. സോ ആ ടൈമിൽ ഒരുപാട് ഹോം മേക്കേഴ്സ് നമുക്ക് അന്നും ഇന്നും ഒരുപാട് ഹോം മേക്കേഴ്സ് നമുക്ക് എൻറോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ വെരി ക്വാളിഫൈഡ്. ഇൻഫാക്ട് ഞാൻ പേഴ്സണലി ട്രെയിൻ ചെയ്ത സ്റ്റുഡൻസിൽ കുറച്ച് പേരെങ്കിലും ദേ വെർ PhD സ്കോളേഴ്സ്, മാസ്റ്റേഴ്സ് ഗ്രാജുവേറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. സോ അതിലെ ഐറണി എന്ന് പറയുന്നത് ദേ ആർ വെരി ഗുഡ് അറ്റ് റൈറ്റിംഗ്. നമ്മൾ എന്ത് ക്വിസ് ചോദിച്ചാലും ലിറ്ററേച്ചർ ബന്ധമായിട്ട് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ദേ ആർ വെരി വെൽ knowledgeable. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സ്പോക്കൺ ലാംഗ്വേജ് അല്ലെങ്കിൽ അവരെ തന്നെ ഒരു 4 ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു ടോപ്പിക് കൊടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെൻ ദ പ്രോബ്ലം ഓക്കേഴ്സ്. സോ അങ്ങനത്തെ സ്റ്റുഡൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട് വേർ ദർ ഈസ് എ ലോട്ട് ഓഫ് ക്വാളിഫിക്കേഷൻസ് ഇൻ ദിയർ CV, പക്ഷേ അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും പല ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നല്ലോണം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മനസ്സിലുള്ളത് ഇൻ്റർവ്യൂവേഴ്സിൻ്റെ മുന്നിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റാണ്ടാവുമ്പം പല ജോബ് ഓപ്പർച്യൂണിറ്റീസും അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി മൾട്ടിനാഷണൽ കമ്പനീസോ അല്ലെങ്കിൽ വല്ല സ്റ്റാർട്ടപ്സോ നോക്കുകയാണെങ്കിൽ മിക്ക സ്റ്റാർട്ടപ്സും ഇപ്പം നോക്കുന്നത് എക്സലൻസും സ്കില്ലും ടാലൻറ്റും ഒക്കെ തന്നെയാണ്, മോർ ദാൻ യുവർ സർട്ടിഫിക്കറ്റ്സ്. സോ ആസ് ലോങ് ആസ് യു ആർ നോട്ട് ക്വാളിഫൈഡ് ടു പ്രസൻറ്റ് യുവർ സെൽഫ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് മിയർ പേപ്പേഴ്സ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ഇപ്പം ഒരുപാട് സ്റ്റാർട്ടപ്സിൽ ഞാൻ കണ്ടിട്ടുള്ളത് നല്ല ഹൈലി പെയ്ഡ് ജോബ്സ് അല്ലെങ്കിൽ ഡെസിഗ്നേഷനിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ മേ ബി അവർ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട്സ് ആയിരിക്കും, ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് വാട്ട് ദേ ഹാവ് ഇസ് ടാലൻറ്റ് ആൻഡ് ദി എബിലിറ്റി ടു പ്രസൻറ്റ് ദെംസെൽസ്. ഞാൻ ഇതൊക്കെ ചെയ്യാം, എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ആ ജോബ് സീക്കേഴ്സിനോട് കൺവിൻസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അതില്ലാത്ത പക്ഷം നമുക്ക് ജോബ് കിട്ടുന്നതും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇൻ്റർവ്യൂ ഓറിയൻറ്റഡ് സ്റ്റുഡൻസ് ഉണ്ട്, ബിക്കോസ് ദേ വോണ്ട് ടു ട്രെയിൻ ദെംസെൽസ് ഫോർ ഇൻ്റർവ്യൂസ്. അപ്പോൾ നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഏകദേശം അതേപോലെ തന്നെയാണ്. നമ്മുടെ നീഡ് എന്താണ്, നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ്, അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് പേഴ്സണലൈസ് ചെയ്തെടുക്കുന്ന സിലബസ്. സോ ഇൻ്റർവ്യൂ ആണ് നിങ്ങളുടെ അജണ്ട എങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ്, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം യുവർ ബേസിക് എറ്റിക്കറ്റ്സ് ദാറ്റ് യു ആർ സപ്പോസ് ടു ഫോളോ, ഫ്രം വാട്ട് യു വെയർ ഓർ ഹൗ യു സിറ്റ് ഇൻ ആൻ ഇൻ്റർവ്യൂ റൂം. അത് മുതൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ലാംഗ്വേജ് എങ്ങനെയായിരിക്കും, ബിക്കോസ് ഒരു ലേമൻ ലാംഗ്വേജ് ആവില്ല നമ്മളൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മുന്നിൽ പോയി സംസാരിക്കുന്നത്. യു ഹാവ് ടു യൂസ് ഫോർമൽ ലാംഗ്വേജ്. സോ ദർ ഈസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫോർമൽ ആൻഡ് എൻ ഇൻഫോർമൽ ഇൻട്രൊഡക്ഷൻ ഓഫ് യുവർ സെൽഫ്. നമ്മളൊരു സെൽഫ് ഇൻട്രോ പറയുകയാണെങ്കിൽ തന്നെ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും മുന്നിൽ പോയി പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആവില്ല ഒരു ഒഫീഷ്യൽ സെറ്റപ്പിൽ പോയി പറയുന്നത്. അത് നമുക്ക് മര്യാദയ്ക്കുള്ള ട്രെയിനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള പല ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ ബോർഡിൽ പറയാൻ ചാൻസ് ഉണ്ട്. ദി ആർ ലീസ്റ്റ് ബോതർഡ് അബൌട്ട് യുവർ ഫാമിലി ഡീറ്റെയിൽസ്. നിങ്ങൾ എവിടെ കളിച്ച് വളർന്നു, നിങ്ങളുടെ ഹോബീസ് എന്താണെന്നുള്ളത് ഒരു ജോബ് സീക്കറിനെ വെച്ച് നോക്കുമ്പം ദി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ദാറ്റ്. അവർക്ക് വേണ്ടത് വൈ ഷുഡ് വി സെലക്ട് യു, അല്ലെങ്കിൽ വൈ ഷുഡ് വി ഗിവ് യു ദ ജോബ് ദാറ്റ് വി ആർ നോട്ട് ഗോൺ ടു ഗിവ് ഇറ്റ് ടു അതേഴ്സ്. അപ്പം അതിന് നമ്മൾ എങ്ങനെയാണ് അതിൽ കേപ്പബിൾ ആയിട്ടുള്ളതെന്ന് അറിയണമെങ്കിൽ യു ഹാവ് ടു നോ പ്രോപ്പർ ടേംസ്. ആ ടേംസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി കരിക്കുലത്തിൽ പഠിപ്പിക്കുന്നത് കുറവാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ലെറ്റർ റൈറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്, അത് തന്നെ ഇമെയിൽ റൈറ്റിംഗിലേക്ക് ആയത് ഇപ്പം അടുത്തായിരിക്കും. ബിക്കോസ് ഇപ്പം നമുക്ക് വേണ്ടത് ലെറ്റേഴ്സ് അല്ല, ഒബ്വിയസ്ലി ഇമെയിൽസ് ആണ്. ഇമെയിൽ എഴുതുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ എറ്റിക്കറ്റ്സ് ഉണ്ട്, അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ ഈ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലാംഗ്വേജ് പഠിക്കുക, എന്നിട്ടത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻകൾക്കേറ്റ് ചെയ്യുക, ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ പല മൂവീസ് കാണുവാണെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് ഒരുപാട് പഠിക്കുന്നുണ്ടാവും, പുതിയ വേർഡ്സ് കാണുന്നുണ്ടാവും, എന്നാൽ ആ പഠിച്ച വേർഡ്സിനെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതിലാണ് പലപ്പോഴും പലരും പുറകെ നിൽക്കുന്നത്. യു മൈറ്റ് നോ ന്യൂ വേർഡ്സ്, പക്ഷേ യു ഡോണ്ട്
യൂസ് ഇറ്റ് ഇൻ യുവർ ഡെയിലി ലൈഫ്. അതാണ് നമ്മുടെ കോണ്ടന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് വെൻ യു ടീച്ച് ദം ന്യൂ വേർഡ്സ്, വി മേക്ക് ഷുവർ വി ഗീവ് ദം ഇൻസ്റ്റൻസസ് ദാറ്റ് ദേ ക്യാൻ യൂസ് ദോസ് വേർഡ്സ്. നമ്മൾ ഡെയിലി ലൈഫിലെ സിനാരിയോസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഈ വേർഡ് ഇന്ന സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം, ഇന്ന സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുമ്പം ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ ദം. പിന്നീട് അവർക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം ആ രീതിയിലുള്ള കോണ്ടന്റ് ഉണ്ടാക്കാനും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. സോ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കൈൻഡ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും കോണ്ടന്റ് ഉണ്ടാവുക. മേ ബി ചിലത് ഹോം മേക്കേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും, ചിലത് ഇതേപോലത്തെ ജോബ് സീക്കേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ജനറലി ഇംഗ്ലീഷ് പഠിക്കണം എന്ന ആഗ്രഹത്തോടെ വരുന്ന ഓഡിയൻസ് ആയിരിക്കും. സോ ഏത് കൈൻഡ് ഓഫ് ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. താങ്ക് യു. ഓക്കെ ജിഷ്ണു, ഈ നേരത്തെ പറഞ്ഞ നമ്മളൊരു തള്ളിക്കയറ്റം ഉണ്ടല്ലോ ഈ കൊമേഴ്സ് മേഖലയിലേക്ക്. ഇപ്പോൾ CA ആയാലും അതിൻ്റെ പരീക്ഷകൾ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. അത്ര എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. നല്ല ഹാർഡ് വർക്ക് വേണം സ്വാഭാവികമായിട്ടും. ഇത് അപ്പം തീർച്ചയായിട്ടും ഇതിൽ ആപ്റ്റിറ്റ്യൂഡ് നോക്കി, അഭിരുചി നോക്കി തന്നെയല്ലേ വരേണ്ടത്. അതല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കേസുകൾ പോലും നിങ്ങളുടെ അടുത്ത് വരികയും നിങ്ങൾ അതിനൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? അതെ, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു ആക്ടിവേഷൻ KLFൻ്റെ ഭാഗമായിട്ട് ലാൻസ് ചെയ്യുന്നുണ്ട്. അത് കരിയർ മെയ്സ് എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി അവരെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഗെയിമിഫൈഡ് പ്രോഗ്രാമാണ്. കാര്യം അവിടെ ഒരു കുട്ടി അതിൻ്റെ അകത്തേക്ക് കയറി ചെന്ന സമയത്ത് ആ കുട്ടിയെ ലൈക്ക് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭാവിയിലൊക്കെ എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അയാൾ സ്വന്തം അവിടെ ക്ലൂ വെച്ചിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു മെയ്സാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാര്യം ഒരാളെ ഇപ്പം നേരത്തെ സാറ് പറഞ്ഞല്ലോ, ഇപ്പോൾ അയാളെ എക്സ്പെക്റ്റേഷൻ ബാക്കിയുള്ള ഒരാളെ ചെയ്യുന്നത് കണ്ടിട്ടാവരുത്. അയാൾ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് സെൽഫ് അവെയർനെസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേർ ഡു ഐ സ്റ്റാൻഡ്, എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ആദ്യം ഒരുപാട് റിസർച്ചസും അല്ലെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ അറിയാം ഒരുപാട് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്, ഈ വെബിനാർസ് അല്ലെങ്കിൽ സെമിനാർസ് ഒക്കെ പോലുള്ള. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആം ഐ ആപ്റ്റ് ടു ഡു ദിസ് എന്നുള്ളത് എന്തായാലും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും ജഡ്ജ്മെൻ്റൽ ആവുന്നില്ല, കുട്ടികൾക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊന്നും നമ്മൾ ആദ്യ ജഡ്ജ്മെൻ്റലായിട്ടല്ല ലാൻസിൽ ലൈക്ക് എന്താ പറയുക എൻറോൾമെൻറ്റ് വരാറ്. അവിടെ കുട്ടികളെ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളവരെ ഇനീഷ്യലി നമ്മളവിടെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് കരിയർ കൺസൾട്ടേഷൻ കൊടുക്കും, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കുട്ടികൾ നമ്മൾ അവിടെ ലൈക്ക് എൻറോൾ ചെയ്യാറ്. മുസ്തഫ സാർ, ഈ വിദേശ പഠന മേഖലയിൽ ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് പ്രവർത്തിക്കുന്നത്, അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു ആ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു ഫേം എന്നുള്ള നിലയ്ക്ക് തന്നെ ഈ കാലത്തിനിടയിൽ ചെയ്ത കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച്, അത് ഉണ്ടാക്കിയിട്ടുള്ളൊരു സോഷ്യൽ ഇമ്പാക്റ്റ്, അത് പ്രാദേശികമാവട്ടെ ഇനിയിപ്പോൾ കേരളത്തിലും ഒക്കെ നിങ്ങൾ 3 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു അല്ലേ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് പിന്നെ ഈ തരത്തിലേക്ക് പ്രാപ്തരാക്കിയത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതേക്കുറിച്ചൊന്ന്. അക്ഷയ്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസുണ്ട്. ഞാൻ ആക്ച്വലി ഇൻഡസ്ട്രിയിൽ വരുന്നൊരു ടൈമിലുള്ളൊരു സിനാരിയോ എന്ന് പറയുന്നത് ആക്ച്വലി വിദേശത്തേക്ക് പോകുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, വിദേശ പഠനം ആഗ്രഹിക്കുന്നത് അത്രയും ഫിനാൻഷ്യലി സൗണ്ടായിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു വിദേശത്തേക്ക് പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. പിന്നെ തിങ്സ് ചേഞ്ച് ആയി എന്ന് പറഞ്ഞു. ഈ തിങ്സ് ചേഞ്ച് ആവുന്നത് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ കുറേ എന്താ പറയുക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, ബാങ്കുകളുടെ ഭാഗത്തുനിന്ന്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇതിൻ്റെ അവയർനെസ്സും അവൈലബിലിറ്റി, ഫിനാൻഷ്യൽ അവൈലബിലിറ്റി ഒക്കെ കിട്ടിയോണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി നോർത്ത് കേരള ബേസ്ഡാണ്, മലപ്പുറത്തു നിന്നാണ് വരുന്നത്. നമ്മൾ ഒരു 15-17 വർഷം മുമ്പ് വിദേശത്തേക്ക് പഠിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം കൊച്ചിയിലേക്കാണ് പോവുക. കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ നിന്നാണ് നമുക്കൊരു ഏജൻറ്റിനെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെ കിട്ടുന്നത്, അല്ലെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഏജൻറ്റിനെ നമുക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴുള്ള കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി എൻ്റെ അനിയൻ്റെ അഡ്മിഷനായിട്ടാണ് പോയത്. അപ്പോൾ ചെല്ലുമ്പോഴുള്ള കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് ഇൻഫർമേഷൻസ് മാത്രമാണ്. നമുക്ക് ജസ്റ്റ് യൂണിവേഴ്സിറ്റി കിട്ടുന്നു, കോഴ്സ് കിട്ടുന്നു, ബാക്കി ഒരു കാര്യങ്ങളും നമുക്കില്ല. അപ്പോൾ ഇതിന് നമ്മളെല്ലാം അവൈലബിൾ ആണ്, നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് എന്താ പറയുക ഇത് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിലെന്താ കേസ് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഈ വരുന്ന ഇത് ആസ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്
നോക്കുന്ന ആളുകൾക്ക് കുറച്ചധികം സപ്പോർട്ടും കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും വിദേശത്തേക്ക് പോയി പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഫിനാൻഷ്യലി വളരെ വെൽ സെറ്റിലായ ഒരാൾ പോകുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒരു ഏറ്റവും റീസെൻ്റ് ആയുള്ള ഡിഫറെൻറ്റ് NGOസിൻ്റെ സർവേ പ്രകാരം ബിലോ 5 lakh ഇൻകം ഉള്ള ആളുകൾ വരെ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ, യൂണിവേഴ്സിറ്റിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവരുടെ നിന്നും ഇൻഫർമേഷൻ കിട്ടും. പക്ഷേ ഒരു സ്റ്റുഡൻറ്റ് വിദേശത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന സപ്പോർട്ട് പ്ലസ് ആ വിദേശത്തേക്ക് പോകാൻ പലപ്പോഴും നമുക്ക് അക്കാദമിക് ക്വാളിഫിക്കേഷൻ്റെ ലിമിറ്റേഷനേക്കാൾ കൂടുതൽ ഫിനാൻഷ്യൽ ലിമിറ്റേഷനാണ് ഉണ്ടാവുക. ഈ ഫിനാൻഷ്യൽ ലിമിറ്റേഷൻ എത്ര കണ്ട് നമുക്ക് ഈസി ആക്കാൻ പറ്റും എന്നുള്ളതും അവെയർനെസ് കൂടുതൽ കൊടുക്കുക എന്നുള്ളതും പിന്നെ ഞാൻ ഈ പറഞ്ഞ കൂട്ട് പോസ്റ്റ് അറൈവൽ അസിസ്റ്റൻസിലും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് കൊണ്ടാണ് വലിയൊരു നമ്പർ ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ഇതിലെന്താ കേസ് വെച്ചാൽ ഒത്തിരി കൺസൾട്ടൻസീസ് ഉണ്ട്, ഇതെല്ലാവരും ചെയ്യുന്നില്ലേ എന്ന് ഇപ്പോൾ നമുക്ക് ചോദിക്കാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ. പക്ഷെ ഒരു 2007 സിറ്റുവേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. 2007 മുതൽ 2020 വരെയും ആ സിറ്റുവേഷൻ തന്നെ ആയിരുന്നു. പിന്നെ പലരും മെജോറിറ്റി നമ്മളതൊരു പ്രൗഡായിട്ട് പറയുന്നു, നമ്മൾ എന്താണോ ഇംപ്ലിമെൻറ്റ് ചെയ്തത് ആ സിസ്റ്റം കോപ്പി ചെയ്തിട്ടാണ് കുറേ കൺസൾട്ടൻസീസ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്തോ വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്, സ്റ്റുഡൻറ്റ് പാരൻറ്റിനെ സംബന്ധിച്ച് ഇവിടുന്ന് പോകുന്നു. ഇപ്പം നമ്മൾ ബാംഗ്ലൂർ അഡ്മിഷൻ കിട്ടി, അഡ്മിഷൻ എടുത്തൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അഡ്മിഷന് മുമ്പ് ആൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കാണുന്നു, അവിടെ പോയി എല്ലാ ഫെസിലിറ്റിയും തിരിച്ചറിഞ്ഞിട്ടാണ് ആൾ അവിടെ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ വിദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു UAE വിസിറ്റ് വിസ എടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഈസിയാണ്. പക്ഷേ UK, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി പോലുള്ള ഒരു കൺട്രിയിലേക്ക് സ്റ്റുഡൻറ്റ് പോകുന്നതിന് മുമ്പ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതിൽ സ്റ്റുഡൻറ്റ് എന്താണോ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്ത് കൊടുത്തപ്പോഴാണ് നമ്മൾ ഈ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു വലിയ നമ്പർ ഓഫ് ചേഞ്ചിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഭാഗമായിട്ടുണ്ടെന്നാണ്. അതിൽ ഞാൻ മാത്രമല്ല, എൻ്റെ ടീം മൊത്തം അതിൽ ഭാഗമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് നമുക്കൊരു മാസ് നമ്പേഴ്സിനെ പുറത്തേക്ക് പറഞ്ഞു വിടാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെയും ധാരാളമായിട്ട് ഈ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ആസ് എ ഫൈനൽ നോട്ട് ഒരു ഗൈഡൻസ് എന്നുള്ള നിലയ്ക്ക് പറയാവുന്നത്. ഇതിലിപ്പോൾ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വിദേശത്തേക്ക് പോകുന്നത് വേറൊരാൾ വിദേശത്തേക്ക് പോയി എന്നുള്ളത് കൊണ്ടല്ല, നമ്മൾ എന്തിനു വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നുള്ള കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വിദേശം എന്നല്ല ഹയർ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഒരു സ്റ്റഡീസ് കഴിഞ്ഞ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ്. ഞാനിത് പറയുന്നത് എല്ലാ സ്റ്റുഡൻസിൻ്റെ കാര്യമല്ല, 100% അങ്ങനെയാണെന്നല്ല. പക്ഷേ സ്റ്റിൽ ഒരു 75% ഓഫ് സ്റ്റുഡൻസ് അവരെ കരിയർ പ്ലാൻ ചെയ്യുന്നത് ആഫ്റ്റർ സ്റ്റഡീസിന് ശേഷമാണ്. അതായത് നമ്മുടെ എക്സാമിൻ്റെ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷമാണ്, നമ്മൾ റിസൾട്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏത് മേഖലയിലേക്ക് പോകണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയർ മുതലേ പ്ലാൻ ചെയ്യണം, നമ്മൾ ഏത് സെഗ്മെൻറ്റിലേക്ക് പോകണം, നമ്മൾ ഏത് മേഖലയിലേക്ക് പോകണം എന്നുള്ളത് നമ്മൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പിന്നെ ഡിലേ വരത്തില്ല. ആ പ്ലാനിൽ ഒരിക്കലും നമ്മൾ പിന്നെ നിരാശപ്പെടേണ്ടി വരുമില്ല. നമ്മുടെ പ്ലാൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ടും നമ്മളിത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാത്തത് കൊണ്ടും പ്ലാൻ ചെയ്യാൻ കൂടുതൽ ടൈം എടുക്കാത്തത് കൊണ്ടുമാണ് പലപ്പോഴും നമ്മുടെ എക്സ്പെക്റ്റേഷൻ നമുക്ക് മീറ്റ് ചെയ്യാത്തതും കരിയർ ചേഞ്ച് ആവുന്നതും. ഇപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കുറേ പേര് വേറെ സെഗ്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടാവും, നഴ്സിംഗ് പ്രൊഫഷൻ കഴിഞ്ഞിട്ട് വേറെ സെഗ്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മളൊരു ട്രെൻഡിനെ പുറകെ പോയി എന്നതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് അറിയാം, നമ്മൾ അത്രയും സ്റ്റുഡൻസിന്, നമ്മളൊരു 18,000 സ്റ്റുഡൻസിന് വിദേശത്തേക്ക് വിടുന്നെങ്കിൽ ഒരു 4 ലക്ഷം 5 ലക്ഷം സ്റ്റുഡൻസിനെ നമ്മൾ കൗൺസിൽ ചെയ്തിട്ടാണ് അതിൽ നിന്ന് 18,000 പേര് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ളത് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാം ശരിയായി വരുന്നൊരു സിറ്റുവേഷൻ അത്ര ഈസി ആയ കാര്യമല്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് വിദേശത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു പരാതി ചിലപ്പോൾ ഉണ്ടാവും, വിദേശത്ത് പോയി പഠിക്കുന്നു എന്നുള്ളത്. ആക്ച്വലി എന്താ വെച്ചാൽ നമ്മളെപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് പോകുന്നൊരു 10 പേര് അറിയാം. പക്ഷെ നമ്മളൊരു വില്ലേജിൽ ആയിരക്കണക്കിന് പിള്ളേർ സ്കൂളിങ്ങിനും കോളേജിനും നമ്മളെ നാട്ടിൽ പഠിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു 1% പോലും വിദേശത്തേക്ക് പോകുന്നില്ല. അപ്പം നമ്മൾ അറിയുന്ന ആൾ പുറത്തുണ്ട് കരുതിയിട്ട് മൊത്തം പേര് പോകുന്നു എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് 4-5 ലക്ഷം പേരെ നമ്മൾ കൗൺസിൽ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ജസ്റ്റ് ഒരു 3-4% ആളുകൾ മാത്രമാണ് പുറത്തേക്ക് വിട്ടത്. അത് എല്ലാ കൺസൾട്ടൻസിക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുക, നമ്മുടെ കരിയർ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഇയർ മിസ്സാവുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുക. ഒരു വർഷം പോകില്ലേ അല്ലെങ്കിൽ 6 മാസം പോകില്ലേ എന്നുള്ളതല്ല. നമ്മുടെ കരിയറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വർഷം കളയുന്നതിൽ വലിയ പ്രോബ്ലം ഉണ്ട് കരുതുന്ന ആളല്ല ഞാൻ. കാരണം എന്താ വെച്ചാൽ ആ ഒരു വർഷം ഒരുപാട് നമുക്ക് എന്താ പറയുക റിയലൈസ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ടൈമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും കാര്യങ്ങൾ. മറ്റേത് ഹറിയിൽ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ പോലെ ആയിരിക്കത്തില്ല കാര്യങ്ങൾ വരിക എന്നുള്ളതാണ്. അതാണ്
ഇനി വിദേശ പഠനം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഇൻറ്ററാക്ഷനിലേക്ക് കടക്കാം. ഡെലിഗേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ, ഇതിനകത്ത് സ്റ്റുഡൻസ് ഒക്കെ ധാരാളം ഉണ്ട്. നമ്മുടെ സെഷനും അതാണ്. ഇനി നല്ല തൊഴിൽ കരിയറൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് പിന്നെ ചോദ്യങ്ങളാവാം. യെസ്. ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ മൂത്ത മോന് കൊൽക്കത്തയിലാണ് പഠിക്കണത്. അപ്പോൾ അവന് +2 സയൻസ് എടുത്തിട്ട് അവിടെ ഇപ്പോൾ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റഗ്രേറ്റഡ് MSc പഠിക്കുകയാണ്. അപ്പോൾ അവനെ ഞാൻ KCB വർക്ക് ചെയ്യണം. അപ്പോൾ അവനെ എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ മെഡിസിനോ വിടാൻ എനിക്ക് താല്പര്യമില്ലായിട്ട് ബോധപൂർവം വിട്ടതാണ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, അങ്ങനെ മെഡിസിനൊന്നും വിടാതെ എന്താണ് ഇപ്പോൾ ഒരു ട്രഡീഷണൽ ഡിഗ്രിക്ക് വിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ PGക്ക് വിട്ടിട്ടുള്ളതെന്ന്. അപ്പോൾ കോവിഡ് കാലത്ത് അവന് ശരിക്ക് +2 കിട്ടിയിട്ടില്ല, കോവിഡ് കാരണം. അപ്പോൾ ഞാൻ സയൻസ് അവന് ഒരു +2 ഭാഗികമായിട്ട് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഈ എല്ലാ വിഷയങ്ങളും പഠിക്കും. ഇവിടുത്തെ മാതിരിയല്ല, കേരളത്തെ മാതിരിയല്ല. അവിടെ മിക്കവാറും ഡിഗ്രിക്ക് 10 വിഷയങ്ങളുണ്ട്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എല്ലാം പഠിക്കും. അപ്പോൾ ഞാൻ ചോദ്യത്തിലേക്ക് വരുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ അവനെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG പഠിപ്പിച്ചിട്ട് എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് അവൻ പഠിച്ചു വരുമ്പോൾ അവന് ഏത് വിഷയമാണ് കൂടുതൽ ഇതായിട്ട് വരുന്നത്, സയൻസിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, അപ്പോൾ അതിന് വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ചെറിയ മോന് മാത്സിൽ വളരെ ബെറ്ററാണ്. അപ്പോൾ അവനെ ആ രീതിയിൽ തന്നെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലിയ മോൻ്റെ കാര്യത്തിൽ എനിക്കൊരിതില്ല. അപ്പോൾ അവനെ ഒരു റിസർച്ചിനൊക്കെ വിദേശത്തൊക്കെ വിടുകയാണെങ്കിൽ ഏത് രാജ്യത്തൊക്കെ വിടാൻ നല്ലത്, ഈ സയൻസ് എടുത്ത ഒരാൾക്ക് ഏത് വിഷയമാണ് ബെറ്റർ ആകുന്നുള്ള എക്സ്പീരിയൻസ് പറയാൻ കഴിയുമോ? ഇതിൽ ആക്ച്വലി എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞു, ഓരോ കൺട്രിയുടെ ഇമിഗ്രേഷൻ ലോ അനുസരിച്ച് നമുക്ക് ഓരോ ടൈമിലും ഓരോ ട്രെൻഡായിരിക്കും വിദേശത്തേക്ക്. നിങ്ങൾ കുറേ കാലം UK കണ്ടു, കുറേ കാലം ജർമ്മനി കണ്ടു, കുറേ കാലം കാനഡ കണ്ടു. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ കോഴ്സ് കഴിയുന്നത് ഒരു 2-3 ഇയേഴ്സിന് ശേഷമാണെങ്കിൽ ആ ഒരു ടൈമിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൺട്രിയാണ് ആപ്റ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നുള്ള കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ ഏത് മേഖലയിലേക്കാണെന്ന് പോകുന്നത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രി സജസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ആൾ പോകുന്നത് റിസർച്ച് ലെവലിലാണെങ്കിൽ റിസർച്ച് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഫുള്ളി സ്കോളർഷിപ്പോടെ റിസർച്ച് കൊടുക്കുന്നവരുണ്ട്, സ്റ്റൈപ്പൻഡോടെ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്, റിസർച്ച് ഹോൾഡേഴ്സിന് സെറ്റിൽമെൻറ്റ് ഈസി ആവുന്ന കൺട്രീസ് ഉണ്ട്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ റിസർച്ച് ആണെങ്കിൽ നമുക്ക് UK നല്ല ഓപ്ഷനാണ്, ജർമ്മനി നല്ല ഓപ്ഷനാണ്, ന്യൂസിലാൻഡ് നല്ല ഓപ്ഷനാണ്. പക്ഷെ അത് ഏത് മേഖലയാണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു സെഗ്മെൻറ്റ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്കത് അഡ്വൈസ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. ഹായ്, എനിക്ക് തോന്നുന്നു നമ്മളൊരു പോയിന്റ് മിസ് ചെയ്തു എന്നുള്ളത്. പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, നമ്മൾ ഈ കരിയർ ജോബ് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആളുകൾ പോകുന്നത് എനിക്ക് തോന്നുന്ന ഒരു വൈബിനല്ലേ, ഇവിടുത്തെ ഒരു ഫ്രീഡം എന്നുള്ള പോയിന്റ്, ഇവിടുത്തെ ഫ്രീഡം മിസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ അധ്യാപകനാണ്, ഞാൻ പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ UK കാനഡയിലും USA ഉണ്ട്. അവരുടെയൊക്കെ സ്റ്റാറ്റസ് ഇങ്ങനെ കാണുമ്പോൾ, വാട്സപ്പിൽ സ്റ്റാറ്റസ് കാണുമ്പോൾ ഇവിടെ ഒരിക്കലും അവർക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നടത്തം ഒരു പോയിന്റ് അല്ലേ, അത് നമ്മൾ ഈ ടോക്കിൽ അത് മിസ് ചെയ്യുന്നില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് 3 പേർക്കും പറയാം. ഒന്ന് നിങ്ങൾ സാറിൻ്റെ മാത്രം മേഖലയാണെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് എല്ലാവർക്കും പറയാൻ തോന്നുന്നു. ആ പോയിന്റ് മിസ്സിങ് അല്ലേ? ഇതിൽ ആക്ച്വലി അക്ഷയ് പറഞ്ഞൊരു കേസ് ഉണ്ട്. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ജെൻസിയുടെ കാലത്താണ്. ജെൻസി എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം അവരെക്കുറിച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്രീഡം ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ജെൻസിയെ നമുക്ക് ഒരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിലുള്ള കേസ് എന്താ വെച്ചാൽ നമ്മൾ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഈ ആളുകൾ ഉദ്ദേശിക്കുന്ന എക്സാക്ട് ഫ്രീഡം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീല് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. വിദേശത്തേക്ക് എന്തുകൊണ്ട് ആളുകൾ പോകുന്നു എന്നുള്ള ഒരു കാരണം, ഒത്തിരി കാരണങ്ങൾ നമ്മൾ പറഞ്ഞാലും ജെൻസിയുടെ കാലത്ത് ഞാൻ പറയുന്നത് വിദ്യാർത്ഥികൾ
അവർ കുറച്ച് ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇൻ ടേംസ് ഓഫ് നല്ല വഴിയിലോ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടായ വഴിയിലൊക്കെ ഫ്രീഡം ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് പോകുന്ന സ്റ്റുഡൻസ് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം അതല്ലെങ്കിൽ എന്താ പറയുക നേരായ വഴിയിലല്ലാത്ത കുറച്ച് കഥകളെ കേൾക്കുന്നുണ്ടാവുള്ളൂ. 1-2 കേസ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യും. പക്ഷേ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഒരു വിദ്യാർത്ഥി വിദേശത്തേക്ക് പോകുന്നത് സെൽഫായിട്ട് അവനെ എന്താ പറയുക സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ്. ഫ്രീഡം ആഗ്രഹിച്ച് ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇത് ആഗ്രഹിച്ചു പോയാലും ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയി വരുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പോയി പഠിക്കുന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയി പഠിക്കുന്ന ആയെങ്കിലും ഈ സ്റ്റുഡൻറ്റ് പഠിക്കുന്ന ടൈമിൽ ഒരു ഏണിങ്സിൻ്റെ പാട്ട് ചിന്തിക്കുന്നില്ല. അവൻ സെൽഫായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അവൻ്റെ എല്ലാ കാര്യത്തിൽ നിന്നും വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി വരും, വീട്ടുകാരുടെ എല്ലാ ഇൻസ്ട്രക്ഷനിലും പ്രോപ്പറായിട്ട് പോകേണ്ടി വരും. പക്ഷേ വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥി അവൻ വ്യത്യസ്ത കൾച്ചറുള്ള ആളുകളുടെ, വ്യത്യസ്ത രാജ്യത്ത് നിന്ന് വരുന്ന ആളുകളുടെ, വ്യത്യസ്ത എന്താ പറയുക വ്യത്യസ്ത ഇൻഡസ്ട്രിയിൽ ഉള്ള ആളുകളെ എന്താ പറയുക ലിമിറ്റഡ് അല്ല ബോർഡർ. ആ ബോർഡർ ലിമിറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അവന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഈ പുതിയ തലമുറയുടെ കാലത്ത് ഫ്രീഡം ഒരുപാട് ആഗ്രഹിച്ച് പോകുന്നവർ ഒത്തിരി നമ്മളടുത്തേക്ക് വരുന്നുണ്ട്, വിദേശത്തേക്ക് പോകുന്നുണ്ട്. അതവരത് ആ ഫ്രീഡം എൻജോയ് ചെയ്തിട്ട് കരിയറിനെ ബിൽഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ ലിമിറ്റഡ് ആയുള്ള ഒരു കാര്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ കാലത്തേക്ക് വളരെ ഫാസ്റ്റ് ഫോർവേഡായിട്ട് നമുക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ പഠിക്കുന്ന ടൈമിൽ പഠിക്കുന്ന സിലബസിന് മാത്രം കണക്റ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ചിന്തിക്കാത്തൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ പുതിയ ലോകത്ത് പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിക്സിൻ്റെ കേസിലുണ്ട്, നമ്മുടെ സെൽഫിൻ്റെ കേസിലുണ്ട്, എല്ലാ കേസിലും ഫ്രീഡം പുതിയ തലമുറ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഒരു കോളേജ് എക്സ്പീരിയൻസും നമ്മൾ പഠിക്കുന്ന കാലത്ത് വന്നുള്ള എക്സ്പീരിയൻസും ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിൽ ഈ ഫ്രീഡം ശരിക്കും അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മെജോറിറ്റി ആളുകൾ അത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു മെയിൻ റീസൺ തന്നെയാണ് പുറത്തേക്ക് പോകാനുള്ളതിൻ്റെ. ഓക്കെ, താങ്ക് യു. അതൊരു നല്ല ക്വസ്റ്റ്യനാണ് ആക്ച്വലി. ഇപ്പോഴത്തെ ഒരു സമൂഹം ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ഡ്രിവൺ തന്നെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ജെൻസിൻ്റെ വൺ ഓഫ് ദ ട്രെയ്റ്റ് ആണ് ഈ എൻ്റർടൈൻമെൻറ്റ് ഡ്രിവൺ ആയിട്ട് പോകുക എന്നുള്ളത്. അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ഇവിടെ ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. ഞാൻ വിദേശത്ത് മാത്രമല്ല കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും അതിനുള്ള സാഹചര്യങ്ങൾ ഇനിയും ക്രിയേറ്റ് ചെയ്യണം. ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനിയും അങ്ങനത്തെ മാറ്റങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാവണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഫ്രീഡം എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റി പറയുമ്പം പുറത്തു പോയി പഠിക്കുന്നവരാണെങ്കിലും എല്ലാ കൈൻഡ്സ് ഓഫ് ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ളവർ ഫ്രീഡം ടു ആൻ എക്സ്റ്റെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും വാട്ട് ഐ പേഴ്സണലി ഫീൽ ഇസ് ഫൈനാൻഷ്യൽ ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു മെച്ചോറിറ്റിയും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ എഡ്യൂക്കേഷൻ ടൈമിൽ തന്നെ നമ്മൾ സ്റ്റുഡൻറ്റ് ലൈഫ് തന്നെ നമ്മൾ സ്റ്റുഡൻസ് ആയി നിൽക്കുമ്പോൾ തന്നെ മേ ബി ഒരു പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ സംവെയർ വേ യു ക്യാൻ കോൾ യുവർ സെൽഫ് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഓൾ അബൌട്ട് ഫ്രീഡം. ഐ ഫീൽ അടിച്ചു പൊളിക്കുക എന്നുള്ളത് ഒരു പാർട്ട് ഓഫ് യുവർ സ്റ്റുഡൻറ്റ് ലൈഫായിട്ട് ബീയിങ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ളത് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് പുറത്ത് പോകുന്ന പല സ്റ്റുഡൻസ് ആണെന്നെങ്കിലും ഐ ഫീൽ പാർട്ട് ടൈം ജോബ്സ് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇവിടെയായിരുന്നു ആ ട്രെൻഡ് പൊതുവേ കുറഞ്ഞു വന്നത്. പക്ഷേ ആസ് ഓഫ് നൗ ദ ഓപ്പർച്യൂണിറ്റീസ് ആർ പ്ലെൻറ്റി. എവിടെ നോക്കിയാലും പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസ് ആർ പ്ലെൻറ്റി. ഓൺലൈൻ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കൂൾ ടൈം അല്ലെങ്കിൽ കോളേജ് ടൈം കഴിഞ്ഞിട്ട് ജോബ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പം അതിൽ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ചെറുതാണെങ്കിലും ചെറിയൊരു ജോലി ചെറിയ പ്രായത്തിൽ തന്നെ എക്വയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിൻസ് നമ്മൾ ടാലൻറ്റിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ജനറേഷനായി മാറുന്നത് കൊണ്ട്. അപ്പം നമ്മുടെ സ്റ്റുഡൻറ്റ് ലൈഫിൽ തന്നെ ഇനഫ് എക്സ്പീരിയൻസ് നമുക്ക് ഗെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സി വിയിലെങ്കിലും കൊടുക്കാം, ഇവിടെ ഇന്ന സ്ഥലത്ത് ജോബ് ചെയ്തിട്ടുണ്ട്, ഇത്ര മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതെങ്കിലും നമുക്ക് കൊടുക്കാം. അത് താങ്ക്ഫുള്ളി നമ്മുടെ സൊസൈറ്റിയിൽ അത് ബെറ്ററായി വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് കൂടി വരുന്നുണ്ട്. സ്റ്റുഡൻസ് ഓൺട്രപ്രണർഷിപ്പിന് നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, അവരുടെ ടാലൻറ്റ് എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങി. അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയ, me being a part of social media, I can proudly say social media is a huge platform to exhibit your talent. അതിൽ തന്നെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ ടാലൻസിന് അവർക്ക് സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഫ്രീഡം കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി കോൾ യുവർ സെൽഫ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ. സോ ഐ ഫീൽ ആ ഒരു ഫ്രീഡം കൂടി ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ എന്നുള്ളത്.
ഹലോ. One last question. ഹലോ, ഓഡിബിൾ അല്ലേ? ഞാൻ ഡൽഹിയിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. കേൾക്കുന്നുണ്ടോ? ഞാൻ പഠിക്കുന്നത് സോഷ്യോളജിയാണ്. അപ്പോൾ വിദേശ പഠനം എന്നുള്ളത് ഇപ്പോൾ UG ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2 രീതിയിലാണ് ഇത് കണ്ടത്, അതായത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്ന് അത് വാങ്ങിയെടുക്കുന്നത്, ഒന്ന് നേടിയെടുക്കുന്നതുമായിട്ട്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ കേസ് അപ്രോച്ചാണ് ഞാൻ എടുക്കുന്നത്. അതായത് നമ്മളെ CV ബിൽഡിങ്, അതേപോലെ തന്നെ നല്ല നല്ല പേപ്പർ പ്രസൻറ്റേഷൻസ്, അതേപോലെ തന്നെ പേപ്പർ പബ്ലിഷ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു രീതിയിൽ എനിക്കൊരു അഡ്മിഷൻ വിദേശ യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമാകുക എന്നുള്ളത് കുറച്ച് ഹെക്റ്റിക്കാണ് മറ്റേത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. കാരണം ഫിനാൻഷ്യലി നമുക്കത് വാങ്ങിയെടുക്കാൻ കഴിയാത്തൊരു സാധനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എൻ്റെ ഈ ഒരു യാത്ര ഒന്ന് സുഗമമാക്കാൻ നിങ്ങൾക്ക് എന്താണ് ഒരു സജഷൻ? ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു റിസർച്ച് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റുഡൻസ് വിദേശത്തേക്ക് പോകുന്നുണ്ട്, പക്ഷെ എല്ലാവരും ഫിനാൻഷ്യലി സ്പെൻഡ് ചെയ്തിട്ടല്ല പോകുന്നത്. നമുക്ക് നല്ലൊരു ശതമാനം വിദേശ യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പോടെയും പോകുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ജർമ്മനിയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ജർമ്മൻ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഏകദേശം 400+ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ജർമ്മനിയിൽ നമ്മൾ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആണെങ്കിൽ 0 പേയ്മെൻ്റ് ആണ്. അതായത് നമുക്ക് ഒരു ട്യൂഷൻ ഫീ പോലും നമ്മൾ എത്ര വർഷമാണോ പഠിക്കുന്നത് ആ ടൈമിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ട. ജസ്റ്റ് നമ്മുടെ ഹോസ്റ്റൽ എമൗണ്ട്, അതായത് അക്കോമഡേഷൻ എമൗണ്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. അത് നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് എടുക്കാവുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെന്താണ്, നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, നമ്മൾ എങ്ങനെ പോകണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺട്രി ഈസി ആയിട്ട് ഫൈനലൈസ് ആക്കാൻ പറ്റും. ഇതിലുള്ള പ്രോബ്ലം നമ്മൾ മെജോറിറ്റി മലയാളികൾ, ഇൻക്ലൂഡിങ് എൻ്റെ ചെറുപ്പകാലത്തും ഞാൻ അങ്ങനെയായിരുന്നു, നമ്മൾ ട്രെൻഡിന് പുറകെ പോകുന്ന ഒരു സൊസൈറ്റി ആണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആ ട്രെൻഡ് നേരത്തെ അക്ഷയ് പറഞ്ഞ പോലെ നമ്മുടെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ്. നമുക്ക് ആപ്റ്റ് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അത് ഫൈനലി നമുക്ക് ഒരുപാട് തലവേദന ആക്കിയിട്ടായിരിക്കും അത് എൻഡ് ചെയ്യുക. ഇപ്പോൾ സ്കോളർഷിപ്പ് ഓപ്റ്റ് ചെയ്യാം, നിങ്ങൾക്കത് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈവൻ നമുക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസും ഉണ്ട്. നമുക്കത് ഗൈഡ് ചെയ്ത് റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നുള്ളൂ. നമുക്ക് ഒത്തിരി സ്റ്റുഡൻസ് പോകുന്നുണ്ട് സ്കോളർഷിപ്പ് ഓപ്റ്റ് ചെയ്തിട്ട്. പക്ഷെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഏകദേശം ഒരു 1 to 2 ഇയർ നമ്മൾ അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, UK ഷെവനിങ് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. ആ ഷെവനിങ് സ്കോളർഷിപ്പിൻ്റെ അപ്ലൈ ചെയ്യേണ്ട റൈറ്റ് ടൈം ഇപ്പോഴാണ്. പക്ഷെ നമ്മുടെ റിസൾട്ട് വരുന്നത് ജൂലൈയിലോ അല്ലെങ്കിൽ മെയ്യിലോ ജൂണിലോ ആയിരിക്കും. അപ്പോഴത്തേക്ക് എന്താവും, ഈ ഇയറിലുള്ള സ്കോളർഷിപ്പ് ക്ലോസ് ആയിട്ടുണ്ടാവും. നമുക്ക് അടുത്ത വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ റെഡി ആവില്ല. ഫിനാൻഷ്യലി സൗണ്ട് അല്ല, നമ്മൾ സ്പെൻഡ് ചെയ്യാൻ റെഡിയാത്ത ആളാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ചിലപ്പോൾ റെഡി ആയിരിക്കും. പക്ഷേ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റി വരെ അതിനെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ തീരുമാനത്തിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു 6 മാസം ഒരാൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ട് വെറുതെ ഇരിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്യാത്ത സൊസൈറ്റി, അതല്ലെങ്കിൽ നമ്മളോട് ചുറ്റും നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെ നമ്മൾ കൺവിൻസ് ചെയ്യുന്നു. ആ ജെൻസിയുടെ കാലത്ത് ഇതിനെക്കുറിച്ച് വല്ലാതെ വറിയാവാത്തത് കൊണ്ട് തന്നെ കുറേ പേര് ആ ഒരു മേഖലയിലേക്ക് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മൈഗ്രേഷൻ ഓറിയൻറ്റഡ് സ്റ്റുഡൻസിൽ നിന്ന് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്ന വലിയൊരു ക്രൗഡ് വരുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 1 ഇയർ കോഴ്സിന് 40 ലക്ഷം രൂപ 50 ലക്ഷം രൂപ ഫീസ് കൊടുത്ത് പോകാൻ റെഡി ആയുള്ള സ്റ്റുഡൻസ്, അത് ഫുള്ളി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അല്ലെങ്കിൽ സ്കോളർഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ജർമ്മനി ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്, ജർമ്മനി ലാസ്റ്റ് ഇയർ 50,000 ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. ഈ 50,000 സ്റ്റുഡൻസിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു 10,000 മാക്സിമം ഉണ്ടാവും. ബാക്കി 40,000 സ്റ്റുഡൻസും പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ കംപ്ലീറ്റ് ഫ്രീ എഡ്യൂക്കേഷനോടെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഡാഡ് സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്കോളർഷിപ്പുകളുണ്ട്. അത് നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും, നമുക്കതിൽ ഗൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. Do we have any question? Please brief ആയിട്ട്. ഓക്കെ, സോ അബ്രോഡ് പോകുന്നേരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം ഇംഗ്ലീഷിൽ നല്ലോണം സംസാരിക്കാൻ പറ്റുന്നത്. സോ ഹൗ കെൻ സ്റ്റുഡൻസ് ഇംപ്രൂവ് ദെയർ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പീക്കിംഗ്? സ്പീക്കിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം വി ഹാവ് a number of platforms where you can improve your spoken language. ഇപ്പം ഇംഗ്ലീഷ് കഫേയിൽ നമ്മൾ ചെയ്യുന്നത്, it is mainly
അജണ്ട എന്ന് പറയുന്നത് സ്പോക്കൺ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ തന്നെയാണ്. അപ്പം നമ്മുടെ സ്കൂൾ കരിക്കുലം ഫോക്കസ് ആവുമ്പോഴത്തേനും നേരത്തെ പറഞ്ഞ പോലെ റിട്ടേൺ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ ദർ ആർ മെനി എക്സസൈസസ് ബിസൈഡ്സ് ദാറ്റ് യു ക്യാൻ ഡു ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. ഇപ്പം ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇറ്റ്സ് കൺസിഡേർഡ് എ ടാബു. യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, യു ആർ മെയ്ഡ് ഫൺ ഓഫ്. So it's high time we stop that and start encouraging people out. Maybe it is out of the love for the language. ഇഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും ഉണ്ടാവും. സോ അങ്ങനെ ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്നവരെ എൻകറേജ് ചെയ്യുക. ബിക്കോസ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇംഗ്ലീഷ് പഠിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നതും നമ്മൾ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്നതും എല്ലാം. സോ ദാറ്റ് നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ വേറെ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വഴിയെങ്കിലും ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു സൊല്യൂഷൻ. സോ ഐ തിങ്ക് ഓൾ ഓഫ് ദിസ് ക്യാൻ ഹെൽപ്പ് യു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് ഈ ജോബ് ഓറിയൻറ്റഡ് ആയി തന്നെയാണ് വിദ്യാഭ്യാസം പോവേണ്ടത്. തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് നമ്മുടെ പുതിയ തലമുറ അവെയറാണ്. ഈവൻ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത പാരൻസ് ഉൾപ്പെടെ, പാരൻറ്റിങ് വലിയൊരു ഘടകമാണ്. രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും സ്വാഭാവികമായിട്ടും ആ ഒരു ബോധം ഉണ്ടാവുകയും വിദ്യാർത്ഥികളൊക്കെ ആ രീതിയിലേക്ക് പോവുകയും ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും കരിയർ നല്ല രീതിയിലേക്ക് നമ്മുടെ പുതിയ തലമുറ എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സെഷനിൽ നമ്മോടൊപ്പം ഇരുന്ന 3 സ്പീക്കേഴ്സ് അബ്ഷിത, വിഷ്ണു, മുസ്തഫ സാർ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.